നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാർ 1300 കോടി രൂപയുടെ ഫ്ലോട്ടിംഗ് സോളാർ ഊർജ്ജ പദ്ധതി ഉപേക്ഷിച്ചു. 4 അണക്കെട്ടുകളിൽ നിന്നായി 197 മെഗാവാട്ട് ഗ്രീൻ എനർജി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ട ഈ പദ്ധതി 1.5 വർഷത്തിലേറെയായി തടസ്സങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങൾ വിജയകരമായി നടപ്പിലാക്കിയ ഈ പദ്ധതി ഗോവയിൽ വാട്ടർ റിസോഴ്സസ് ഡിപ്പാർട്ട്മെന്റ് നിരസിച്ചത് കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടിയാണ്. കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള SJVN ഗ്രീൻ എനർജി ലിമിറ്റഡാണ് പദ്ധതിക്കായി 1300 കോടി രൂപയുടെ നിക്ഷേപം വാഗ്ദാനം ചെയ്തത്. ഗോവയിൽ വോട്ടർ പട്ടികയുടെ പ്രത്യേക പുനഃപരിശോധന ആരംഭിച്ചു. ഗോവയിലെ വോട്ടർ പട്ടികയുടെ പ്രത്യേക ഇൻറ്റൻസീവ് റിവിഷൻ ഇന്നു മുതൽ 1 മാസത്തെ വീടുകൾ തോറുമുള്ള കണക്കെടുപ്പ് ഘട്ടത്തോടെ ആരംഭിച്ചു. നിലവിൽ ഏകദേശം 11.85 ലക്ഷം യോഗ്യരായ വോട്ടർമാരാണ് ഈ തീരദേശ സംസ്ഥാനത്തുള്ളത്. മറ്റ് 8 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും SIR ആരംഭിക്കുന്നുണ്ട്. 2002 ഗോവയിൽ അവസാനമായി ഇത്തരമൊരു ഇൻറ്റൻസീവ് റിവിഷൻ നടന്നത്. അന്ന് ഏകദേശം 9.27 ലക്ഷം വോട്ടർമാരാണുണ്ടായിരുന്നത്. SIR 2.0 എന്ന് പേരിട്ടിരിക്കുന്ന ഈ നടപടികൾ 2026 ഫെബ്രുവരി 7 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ അവസാനിക്കും. ഇതിനു മുന്നോടിയായി ഡിസംബർ 9 കരട് പട്ടിക പ്രസിദ്ധീകരിക്കും. ഈ പ്രക്രിയയിലൂടെ വ്യാജ വോട്ടർമാരെയും തെറ്റായ വിവരങ്ങളും പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യും. യോഗ്യരായ എല്ലാവരെയും ഉൾപ്പെടുത്തുക, അയോഗ്യരായവരെ ഒഴിവാക്കുക, സുതാര്യത ഉറപ്പാക്കുക എന്നിവയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ. നിലവിലുള്ള വോട്ടർ പട്ടികയിൽ അനധികൃത കുടിയേറ്റക്കാരുടെ പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ആശങ്കകളും പുനഃപരിശോധനയ്ക്ക് കാരണമായിട്ടുണ്ട്. 2026 ജനുവരി 8 വരെ അവകാശവാദങ്ങളും എതിർപ്പുകളും സമർപ്പിക്കാം. ഡിസംബർ 9 മുതൽ ജനുവരി 31 വരെ ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാകും. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ 1950 സജ്ജീകരിച്ചിട്ടുണ്ട്. പട്ടിക പുതുക്കുന്നതിൽ വീടുകൾ തോറുമുള്ള പരിശോധന ബൂത്ത് ലെവൽ ഓഫീസർമാർ നടത്തും. വയോധികർ, രോഗികൾ, ഭിന്നശേഷിക്കാർ തുടങ്ങിയ ദുർബല വിഭാഗങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ നടപടികൾ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മർഗാവിൽ മാലിന്യ പ്രതിസന്ധി രൂക്ഷം. ദിവസക്കൂലിക്കാർ ജോലി ബഹിഷ്കരിച്ചു. ചർച്ചകൾ പരാജയപ്പെട്ടു. ഇത് നഗരത്തിൽ ഗുരുതരമായ മാലിന്യ പ്രതിസന്ധിക്ക് വഴിവെച്ചു. പ്രശസ്തമായ ദിണ്ടി ഉത്സവം നടക്കുന്ന ദിവസമാണ് ഈ സമരം നടന്നത്. ജോലിക്കാർ എടുത്തു പറയുന്ന പ്രശ്നങ്ങൾ ദിവസക്കൂലിക്കാർക്ക് നൽകിയിരുന്ന തൊഴിൽ കോൺട്രാക്റ്റുകൾ കാലാവധി കഴിഞ്ഞിട്ടും നഗരസഭ പുതുക്കി നൽകിയില്ല എന്നതാണ്. കോൺട്രാക്റ്റ് പുതുക്കാത്തത് സേവനത്തിൽ ഒരു ഇടവേളയായി കണക്കാക്കുമോ എന്ന ആശങ്ക തൊഴിലാളികൾക്കുണ്ട്. ജോലിയുടെ ദിവസങ്ങളും സമയവും കണക്കാക്കുന്നതിൽ പിശക്. സർക്കാർ വാഗ്ദാനം ചെയ്ത താൽക്കാലിക സ്ഥിരപ്പെടുത്തലിൻ്റെ കാര്യത്തിലും സ്ഥിരം ജീവനക്കാർക്ക് തുല്യമായ വേതനം ലഭിക്കുമോ എന്നതിലും തൊഴിലാളികൾക്ക് ആശങ്കയുണ്ട്. സാധുവായ കോൺട്രാക്റ്റ് ഇല്ലാത്ത ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളും ഉത്തരവാദിത്വം ആർക്കായിരിക്കുമെന്ന ചോദ്യവും അവർ ഉയർത്തി. മർഗോ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡാമോസ് ഷിരോദ്കർ തൊഴിലാളികളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ വഴങ്ങിയില്ല. ജോലിക്ക് ഹാജരാകാത്തതിനെ ഗൗരവമായി കാണുമെന്നും ഡയറക്ടർ ഓഫ് മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷന് റിപ്പോർട്ട് നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കോൺഗ്രസ് നേതാവ് സാവിയോ കുട്ടിനോ തൊഴിലാളികളുടെ അവകാശങ്ങൾക്കു വേണ്ടി സംസാരിക്കുകയും ചെയർപേഴ്സൺ അവരെ ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിക്കുകയും ചെയ്തു. തൊഴിലാളികളെ സ്ഥിരപ്പെടുത്താനുള്ള ഹൈക്കോടതി ഉത്തരവ് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗോവയിലെ കന്നഡിക സംഘടനകളുടെ പ്രതിഷേധം. RGPയുടെ ഘാട്ടി പരാമർശത്തെ വിമർശിച്ചു. ഗോവയിലെ കന്നഡിക സംഘടനകൾ റവല്യൂഷണറി ഗോവൻ പാർട്ടിയുടെ കന്നഡിക വിരുദ്ധ നിലപാടിനെ ശക്തമായി അപലപിച്ചു. ഗോവയുടെ സാമൂഹിക ഘടകത്തിൻ്റെ ഭാഗമായ കന്നഡിഗരെ ഘാട്ടി എന്ന് വിളിക്കുന്നത് നിർത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു. കന്നഡ രാജ്യോത്സവ ആഘോഷങ്ങളിൽ സംസാരിക്കവേ കന്നഡിക സാഹിത്യ പരിഷത്ത് പ്രസിഡന്റ് സിദ്ധണ്ണ മേത്തിയാണ് RGPയുടെ നിലപാടിനെതിരെ രംഗത്തെത്തിയത്. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് രാജ്യത്ത് എവിടെയും ജീവിക്കാനും ജോലി ചെയ്യാനും അവകാശം നൽകുന്നുണ്ടെന്നും കച്ചവടക്കാരെ ലക്ഷ്യമിടാതെ വലിയ ഭൂമി ഇടപാടുകൾക്കെതിരെ RGP ശബ്ദമുയർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഗോവയിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കന്നഡിക സമൂഹത്തിനുള്ള പ്രാധാന്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു. പിൽഗാവ് ഫെറി വാർഫിൽ കാർ പുഴയിലേക്ക് വീണു. തിങ്കളാഴ്ച വൈകുന്നേരം പിൽഗാവ് സർമാനസ് ഫെറി ജെട്ടിക്ക് സമീപം വാഹനം പുഴയിലേക്ക് ഉരുണ്ടിറങ്ങി അപകടമുണ്ടായി. സെന്റ് എസ്തേവാനിൽ നിന്ന് വരികയായിരുന്ന ധർമ്മന്തോറ എന്ന ബോട്ട് ജെട്ടിയിലെത്തിയപ്പോഴാണ് മപ്സ സ്വദേശി ഡ്രൈവർ തൻ്റെ കാർ റിവേഴ്സ് എടുക്കുന്നതിനിടെ പുഴയിലേക്ക് ഉരുണ്ടുപോയത്. ഫെറി ജീവനക്കാരനായ ശുഭം ഫട്തെയാണ് ഉടനെ തന്നെ പുഴയിലേക്ക് ചാടി ഡ്രൈവറെ രക്ഷപ്പെടുത്തിയത്. അഗ്നിശമന സേനയുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ കാർ കരക്കെത്തിച്ചു. ഫെറി ജെട്ടിയിലെ വളഞ്ഞ ഇറക്കം ഇതിനു മുൻപും നിരവധി അപകടങ്ങൾക്ക് കാരണമായിട്ടുള്ളതായി നാട്ടുകാർ പറഞ്ഞു.
നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.